പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും അനുഗ്രഹത്തിലായിരിക്കുന്നു, അല്ലെങ്കിൽ യേശുവിനോട് കൂടെ ചേർന്ന് കർത്താവ് നൽകുന്ന സന്തോഷത്തിൽ തുടരുന്നു എന്ന് അറിയുവാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ചെറിയ മെസ്സേജ്, ഒരു വിലപ്പെട്ട മെസ്സേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു: താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു ശുശ്രൂഷയുടെ മുഖത്താണ്, അല്ലെങ്കിൽ കർത്താവിനോട് ചേർന്നുള്ള ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഓട്ടക്കളത്തിലാണ്. നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് ഒരുപാട് ദൂരം യാത്രയുണ്ട്. അപ്പോൾ തന്നെയും നാം ഒരുപാട് പ്രതികൂലങ്ങളെയും ഒരുപാട് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നാം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു റിസൾട്ട് നമ്മുടെ സുവിശേഷ പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് ഉണ്ടായി എന്ന് വരാത്ത സാഹചര്യത്തിൽ, ഉണ്ടാകാതിരിക്കുമ്പോൾ, നല്ലൊരു റിസൾട്ടൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സ് മടുത്തു പോകരുത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തെയും തരണം ചെയ്യുവാൻ നാം ശീലിച്ചിരിക്കണം. നമ്മുടെ ലൈഫിൽ ഒരു പരാതിയും ഉണ്ടാകരുത്. ആഗ്രഹിച്ച ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ, ചില കാലതാമസങ്ങൾ വരുമ്പോൾ, ചിലരൊക്കെ നമ്മെ നിരുത്സാഹപ്പെടുത്തുമ്പോഴൊന്നും നാം ദൈവത്തോടൊന്നും പരാതി പറയുന്നവരാകരുത്. ഈ ഒരു വാക്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരാതി പറയുവാൻ ഒരിക്കലും നാം തയ്യാറാകരുത്. ഒരു പരാതിയുമില്ലാതെ കർത്താവ് നൽകിയ വിളിക്കൊത്തവണ്ണമായി, ദൈവം നൽകിയ കൃപയ്ക്കൊത്തവണ്ണമായി നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ ദൈവം നമ്മോട് കൂടെയുണ്ട്. ചില പ്രാർത്ഥനയുടെ മറുപടികൾ വൈകി എന്ന് വരുമ്പോൾ നാം ദൈവത്തോട് മുഷിയരുത്, ദൈവത്തോട് പരാതി പറയരുത്. ഈ വിശ്വാസ ജീവിത യാത്രയിൽ യാതൊരു പരാതിയും പറയാതെ നിസ്വാർത്ഥമായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.